അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ശ്രീ ഗുരുഭ്യോ നമഃ. ദേവീസ്വരൂപരായിട്ടുള്ള എല്ലാ ഉപാസകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദിപരാശക്തി ശ്രീ ലളിതാത്രിപുരസുന്ദരി മഹാമായ ശ്രീഭദ്രകാളി ദേവി അറിഞ്ഞനുഗ്രഹിച്ച് ഇങ്ങനെ ദേവിയെ പറ്റി സംസാരിക്കാനുള്ളൊരു വേദി ഒരുക്കി തന്നു. ഇത് കേൾക്കാനും പറയാനുമൊക്കെ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നു ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എല്ലാം ഈശ്വരാർപ്പിതമായി ചെയ്യുമ്പോൾ അത്ഭുതകരമായ ഒരു വളർച്ച അതിനുണ്ടാകും. വളരെ വിജയകരമായി നമ്മുടെ ഈ സെഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു 2-3 പ്രാവശ്യമായി കഴിയുമ്പോൾ എല്ലാം നിന്ന് പോകും, മിക്കവാറും ആളുകളൊക്കെ പൊഴിഞ്ഞുപോയി മുന്നോട്ട് പോകാം. പക്ഷെ ഇപ്പോഴും ശക്തമായി തന്നെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന, നിങ്ങളുടെ എല്ലാ എഫർട്ട് എൻ്റെ പിന്നിലുണ്ട്. പ്രായോഗികമായ പഞ്ചകോശ ശുദ്ധി, പഞ്ചസാധനയാണ് നമ്മൾ പറയുന്നത്. പഞ്ചകോശ വ്യാഖ്യാനം എന്തുകൊണ്ടാണ് കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് പറയാൻ കാരണം, ഇന്ന് നമുക്ക് ലളിതാസഹസ്രനാമത്തിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ അതിന്റെ ഉപരിപ്ലവമായ അർത്ഥങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുകയും അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥം എന്നുള്ള അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാതെ ജപം മാത്രമായി മുന്നോട്ട് പോകുമ്പോൾ വേണ്ടത്ര ഫലം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഫലം അതിന്റെ ഒരു ഗുണം കൊണ്ട് തീർച്ചയായിട്ടും അതിന് ഫലമുണ്ട്. അതിന് നല്ല ഫലങ്ങൾ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ കുറെ കൂടെ ബെറ്റർ ആക്കാൻ പറ്റും ഇതിന്റെ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയത്. അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാലാകാലങ്ങളിൽ വരുന്ന ആചാര്യന്മാർ നമുക്ക് മുന്നേ ഇത് കാലഘട്ടത്തിന് അനുസൃതമാക്കി നമ്മുടെ ആചാര്യൻ ശങ്കരാചാര്യ സ്വാമികൾ അദ്വൈത സിദ്ധാന്തം കൊണ്ടുവന്ന ആ കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വരുന്ന ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അടുത്ത തലമുറയിലേക്ക് ഇത് പ്രായോഗികമായി കൊടുക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകും ചിലപ്പോൾ. അത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാണ് ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇത് ആളുകൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് പറയാൻ കാരണം. അപ്പൊ ദേവി നമ്മളിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ദേവിയെ കൂടുതൽ നമ്മളിലേക്ക് കിട്ടാൻ എന്തുണ്ട് മാർഗം? കൊടുത്താൽ മതി. ശ്രീവിദ്യാധനം സർവധനാൽ പ്രധാനം, പോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും. അല്ലെ? അങ്ങനെ പറയാം. അപ്പൊ കൊടുക്കും തോറും ഏറിടും. അപ്പൊ എന്ന് പറഞ്ഞ് പാത്രവളനെ കൊടുക്കാവുന്നുണ്ട്. അർഹതയില്ലാത്തവർക്ക് ഇത് കൊടുക്കാൻ പാടില്ല. ആളറിഞ്ഞ് കൊടുക്കണം. അപ്പൊ നമുക്ക് ചുറ്റും പരിചയത്തിൽ നമ്മുടെ പരിചയത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടോ, ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ, ബന്ധുക്കളുണ്ടോ, സുഹൃത്തുക്കളുണ്ടോ, അയൽക്കാരുണ്ടോ, അവർക്ക് ഇത് കൊടുക്കണം. അപ്പൊ ദേവി നമ്മളിലൂടെ കൂടുതൽ ഒഴുകും. കാരണം അവർക്ക് കൊടുക്കണമല്ലോ. അപ്പൊ നമ്മളിലൂടെ ഒഴുകിയല്ലേ പറ്റും. ദേവി നമ്മളിലൂടെ കൂടുതലാക്കി. ഞാനിത് പറയുന്നത് എനിക്ക് ഒരുപാട് സാമ്പത്തിക ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിലും എനിക്ക് സാമ്പത്തിക ബെനിഫിറ്റ് ഒന്നും നമ്മൾ ഫീസ് വെച്ചോന്നല്ല ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് എനിക്ക് കിട്ടുന്നുണ്ട്. ദേവിയിൽ നിന്ന് ഒരുപാട് അനുഗ്രഹം എനിക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വന്നോളൂ. സാമ്പത്തികവും കാര്യങ്ങളും അത് നമ്മൾ നോക്കേണ്ട കാര്യം, അത് വന്നോളൂ. അങ്ങനെ അപ്പൊ ആ ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് കൂടുതൽ വരണമെങ്കിൽ നമ്മൾ ഇത് ആൾക്ക് കൊടുത്തോണ്ടിരിക്കണം. പാത്രം അറിഞ്ഞു. എനിവേ, ഇന്നത്തെ നാമം ചമ്പക ശോക പുന്നാക സൗഗന്ധ്യലസക്കച ഗുരുവിന്ദ മണിശ്രേണി കനൽ കോടീരമണ്ടിട. അത് സമയമുണ്ടെങ്കിൽ പറയാം. ആദ്യം ചമ്പക അശോക പുന്നാക സൗഗന്ധ്യലസക്കച. ചമ്പകം, ഇത് കജം എന്ന് പറയുന്നത് എന്താണ്? ദേവിയുടെ മുടിയെ കുറിച്ചാണ് പറയുന്നത്. കേശാദിപാദ വർണ്ണനയാണ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഋഷിമാര് എടുക്കാറ്. കേശം എന്ന് പറഞ്ഞാൽ മുടി,
പാദം വരെയുള്ള വർണ്ണന അല്ലെ. കിരാതത്തിൽ അർജുനൻ ശിവനെ കാണുന്ന ഭാവമുണ്ട്. അവിടെ എല്ലാം ഈ മുകളിൽ നിന്ന് താഴേക്ക് അല്ലെ ഉള്ള വർണ്ണനയാണ് കാണുന്നത്. അപ്പൊ ഈ എല്ലായിടത്തും കേശാദിപാദ വർണ്ണന, ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേശാദിപാദം തൊഴുന്നേ അല്ലേ പറയാം പാട്ടിനകത്ത് അല്ലെ. അപ്പം ദേവി അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വന്നു എന്ന് പറയും. ആ ഉയർന്നു വരുന്ന സമയത്ത് ഋഷിമാര് വൈശന്യാദി വാഗ്ദേവതകൾ കാണുന്നതും ഈ മുടിയാണ്. ആദ്യം തലയാണ്, മകുടമാണ്, കിരീടമാണ്, മുടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ശ്രീമദ് വാഗ്ഭവകുടൈക സ്വരൂപ മുഖപങ്കജ എന്ന് പറയുന്ന നാമത്തില് മുഖപങ്കജ, മുഖമാകുന്ന താമരപ്പൂവാണ് വാഗ്ഭവകൂടം എന്ന് പറയുന്ന വാക്കുത്ഭവിക്കുന്ന ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ കൂടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൂടം കണ്ഠാത കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി, കണ്ഠം മുതൽ കടി അരക്കെട്ട് വരെയുള്ള മധ്യകൂടം കാമരാജകൂടം എന്ന് പറയും. മന്ത്രശാസ്ത്രമാണ് ഈ പറയുന്നത്. ശ്രീവിദ്യാ മന്ത്രത്തിന്റെ രണ്ടാമത്തെ കൂടം മധ്യകൂടമാണ്, രണ്ടാമത്തെ അക്ഷരം. ത്രക്ഷരി ബാലയാണെങ്കിൽ രണ്ടാമത്തെ അക്ഷരം, പഞ്ചദശി ആണെങ്കിലും ആ രണ്ടാമത്തെ സെറ്റ് ഓഫ് അക്ഷരങ്ങൾ ചെയ്യുന്നത് ഹൃദയം അല്ലെങ്കിൽ കണ്ഠം മുതൽ കടി വരെയാണ്. ശക്തി കൂടേകരാവന കടി അധോഭാഗധാരണി, അരക്കെട്ടിനടിയിലേക്ക് ശക്തി കൂടമാണ് മൂന്നാമത്തെ അക്ഷരം പറയുന്നു. ദീക്ഷ ഉണ്ടെങ്കിൽ അക്ഷരം പറയാവുന്നതാണ്, അതുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. അപ്പൊ ആ അടിയിലുള്ള ഭാഗം അതാണ് ശക്തികൂടം. അപ്പൊ അതുകൊണ്ടും കൂടെയാണ് ഈ മുകളിൽ നിന്ന് താഴേക്കുള്ള വർണ്ണന രീതി ഋഷി അവലംബിച്ചിരിക്കുന്നത്. അപ്പൊ ദേവിയുടെ മുടി കറുപ്പ് കളറാണ്. ആദ്യം തന്നെ വരുന്ന തമോ ഗുണം കാളിയാണ്. എനിവേ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇത് പഞ്ചകോശ വ്യാഖ്യാനം. അപ്പൊ അന്നമയ കോശവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ പറയുന്ന സുഗന്ധം നിറഞ്ഞിരിക്കുന്ന പുഷ്പങ്ങളെ കൊണ്ടാണ് ദേവിയുടെ മുടി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള സൗരഭ്യമുള്ളത് എന്തോ അതെല്ലാം ദേവിയാണെന്നാണ് ഇനി അങ്ങോട്ട് വർണ്ണനയിൽ പറയാൻ പോകുന്നത്. സുന്ദരമായത് എന്തുണ്ടോ അതെല്ലാം ദേവിയാണ്. ഭഗവത്ഗീതയിൽ പറയുന്നു, ആനകളിൽ ഞാൻ ഐരാവതമാകുന്നു അർജുന, പുഷ്പങ്ങളിൽ ഞാൻ പാരിജാതമാകുന്നു. ഈശ്വരൻ സുഗന്ധം നിറഞ്ഞതും സൗന്ദര്യമുള്ളതുമായ എല്ലാം ഈശ്വരനാണ് എന്ന് പറയാണ്. ആര്? അവിടെ കൃഷ്ണൻ വിഭൂതി യോഗത്തില്, വിശ്വരൂപ ദർശന യോഗത്തിൽ. പൂക്കളിൽ ഞാൻ പാരിജാതമാകുന്നു, ഋഷിമാരിൽ ഞാൻ വ്യാസനാകും. അല്ലെ എന്ന് പറയുന്നുണ്ട്. ലോകത്തിൽ സൗന്ദര്യമുള്ളത് എന്തോ ഉണ്ടോ അതെല്ലാം ദേവിയാണെന്ന് ദേവിയുടെ രൂപവർണ്ണനയില് ഇവിടെ നമ്മുടെ രൂപവർണ്ണം തുടങ്ങുക അല്ലെ. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് പ്രകാശം കൊടുക്കുന്ന ദേവി, മജ്ജത് ബ്രഹ്മാണ്ട മണ്ഡല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദേവിയെ പല രൂപത്തില് ആനന്ദം ഉളവാക്കുന്നു. അതാണ് സൗന്ദര്യമുള്ളതൊക്കെ ദേവിയാണെന്ന് പറയുന്നത്. എന്റെ കണ്ണിൽ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ മറ്റൊരാൾക്ക് സൗന്ദര്യം ഉണ്ടായിക്കോണമെന്നില്ല. അപ്പൊ സൗന്ദര്യവും സുഖത്തിന്റെയും ഒക്കെ അടിസ്ഥാനം എന്താണ്? നോക്കുന്നവന്റെ ഉള്ളിലുള്ള മാനസിക ഭാവമാണ്, അവസ്ഥയാണ്. ആ പുറത്തുള്ള ഒരു വസ്തു അവന്റെ ഉള്ളിൽ ഒരു ആനന്ദത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അവന്റെ ആനന്ദമയ കോശത്തിലേക്ക് അവനെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സുന്ദരമായി തോന്നുന്നത് കൊണ്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തിയിൽ ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നാവസ്ഥയിൽ സുഷുപ്തി സ്ഥാനത്ത് മൂന്നിടത്തും സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്നതെല്ലാം ത്രിപുര സുന്ദരിയാണ്. ജാഗ്രത് സ്വപ്നം സുഷുപ്തി മൂന്ന് പുരങ്ങളിൽ സൗന്ദര്യമുള്ളതെല്ലാം ത്രിപുരം സുന്ദരിയായിട്ട് കാണപ്പെടുന്നു. അപ്പം അതില് അന്നമയ കോശം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പുഷ്പങ്ങൾ വളരെ മനോഹരമാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ടച്ച്, കാഴ്ച, കേൾവി ഇതൊക്കെ ചേരുന്നതാണ് അന്നമയ കോശം. അപ്പൊ ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും സുഖമുള്ള ടച്ചും കാഴ്ചയും സ്മെല്ലും. ചമ്പകം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഗന്ധമുള്ളത് എന്നൊരർത്ഥം സംസ്കൃതത്തിലുണ്ട്. അപ്പൊ ഏറ്റവും സുഗന്ധമുള്ളതാണ് ഈ ചമ്പകം. ഇതെല്ലാം ഈ പുഷ്പങ്ങളെല്ലാം. ആ ശോകമില്ലാത്തത് എന്നർത്ഥമുണ്ട്. ആനന്ദം, ശോകമില്ലാത്ത ആനന്ദത്തിന് ഉറവിടം ദേവിയാണ്.
അങ്ങനെ ശോകമില്ലാതെ ഇരുന്നെങ്കിലേ ദേവിയെ കിട്ടത്തുള്ളൂ. ഹാപ്പി ആയിട്ട് ഉപാസന ചെയ്യണം ജപിക്കുമ്പോൾ. പിന്നെ പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് ഉള്ളി കൊണ്ടുവന്ന സ്നേഹം കൊണ്ടുവന്ന് ജപിച്ചില്ലെങ്കിൽ വിഷമിച്ചൊക്കെ കരഞ്ഞോണ്ടൊക്കെ ജപിച്ചാൽ ഈ ബാധകൾക്ക് എനർജി പോയിട്ട് അവർ കൂടുതൽ ഉപദ്രവിക്കും. അമ്പലത്തിൽ പോയി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാണ് ദുരിതം കൂടുതൽ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്നവർക്കാണ് ദുരിതം കൂടുതൽ കരഞ്ഞു വിളിച്ച്. അല്ലാത്തവർക്ക് അത്ര പ്രശ്നമില്ല. ശരിയല്ലാതെ പ്രാർത്ഥിച്ചാൽ പ്രശ്നമാണ്. കുണ്ടലിനി റോങ് ആയിട്ട് റൈസ് ചെയ്യും. അത് കുണ്ടലിനി പ്രോബ്ലം ആവും. കുണ്ടലിനി സിൻഡ്രം എന്ന് പറയും. ആങ്സൈറ്റി, സ്ട്രെസ്, വയറിന് പ്രശ്നം, ഷോൾഡർ പെയിൻ, തലവേദന, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യും ബാധ പിടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് ശരിയായ രീതിയിൽ സൗന്ദര്യമായി, സുഖകരമായി, സൗന്ദര്യകരമായി ഉപാസിക്കണം ദേവിയെ. നല്ല ധൂപം പുകച്ച്, കാഴ്ച, കേൾവി, സ്പർശം ഇതൊക്കെ പോസിറ്റീവാക്കി അമ്പലം വെച്ചേക്കുന്ന എന്തിനാ? ചെരിപ്പൂരിയിട്ടിട്ട് ടച്ച്, സ്മെല്ല്, കാഴ്ച, കേൾവി, മണിയടി, ധൂപം, ദീപം, പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് കൊണ്ടുവരുന്നുകൊണ്ട് ദേവി ഉപാസിക്കണം. അപ്പൊ കൂടുതൽ ഇത് കറക്റ്റായിട്ട് കണക്ഷൻ കിട്ടുകയും, കരയാനുള്ളത് അതിന് മുമ്പ് കരഞ്ഞാൽ അമ്പലത്തിൽ പോയി ചുമ്മാ അങ്ങ് കരയണം. ദേവിയെ പറഞ്ഞു അമ്മേ എന്റെ മാറ്റുന്ന ദുഃഖം എന്നിട്ട് ജപിക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ചിരിച്ചോണ്ടിരുന്ന് ജപിച്ചോളാം. ജപിക്കുമ്പോൾ കരയാൻ പാടില്ല. ഇത് പലർക്കും അറിയാൻ വയ്യാത്തൊരു അപകടമാണ്. ഈ ഇതിന് ഓപ്പോസിറ്റ് കാണിക്കുന്നവരൊക്കെ നിങ്ങൾ നോക്കി അവരുടെ ദുരിതം കൂടി വരുന്നതാണ്. ശരിയായി ഉപാസിച്ചാലോ അവർ രക്ഷപ്പെട്ട് വരുന്നതാണ്. ശരിയായ രീതിയിൽ ഉപാസിച്ചാൽ, ഇത് മനസ്സിലാക്കി ഉപാസിച്ചാൽ, ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭക്തി കൊണ്ടുവന്ന്, ദേവിയോടുള്ള ഭക്തി കൊണ്ടുവന്ന്, സ്നേഹം കൊണ്ടുവന്ന് ഉപാസിക്കണം. അപ്പൊ സുന്ദരമായതൊക്കെ ദേവിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ഫ്രീക്വൻസി കയറാൻ തുടങ്ങുന്നു. പ്രാണൻ പോസിറ്റീവ് ആവാൻ തുടങ്ങുന്നു. പ്രാണൻ പോസിറ്റീവായിട്ട് തിരിയണമെങ്കിൽ കാഴ്ചയിലും കേൾവിയിലും മണത്തിലും സ്പർശത്തിലും ഒക്കെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ, ഇന്ദ്രിയ സംവേദങ്ങളെ, സ്റ്റിമുലേഷൻസിനെ കൊണ്ടുവരണം. മസ്റ്റാണ്. നമ്മുടെ മൈൻഡ് ആകെ ഡിസപ്പോയിന്റഡ് ആയിട്ട്, ഡിസ്റ്റർബ്ഡ് ആയിട്ട്, ഡിപ്രഷനായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ നാമം ജപിക്കും? അപ്പൊ ഒരൊറ്റ അടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ നല്ല മണം അങ്ങോട്ട് അടിച്ച് കയറ്റണം, നല്ല സൗണ്ട് അങ്ങോട്ട് കയറ്റണം, നല്ല സ്മെല്ല്, കാഴ്ച, കേൾവി, വിഗ്രഹം, എന്താ 5 സെൻസ് കൂടെ പോസിറ്റീവ് ഫ്രീക്വൻസി അങ്ങോട്ട് മാറ്റണം. അപ്പം ഒന്ന് പോസിറ്റീവ് ആവും. അത് ജപിച്ചാൽ അതിന് ഫലം കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഋഷി പറയുന്നത്, ഏറ്റവും മണമുള്ള ചമ്പകം, അശോകം, പുന്നാകം ഇങ്ങനെ തുടങ്ങുന്ന പുഷ്പങ്ങളെ കൊണ്ട് ലസർ കര, അതുകൊണ്ട് പരിലസിക്കുന്ന നിലകൊള്ളുന്ന ആ ഒരു മുടി. കാരണം പ്രാണൻ അഷ്ടാംഗ യോഗയിൽ പറയുന്നുണ്ട്, പതഞ്ജലി യോഗസൂത്രത്തില് ശ്വാസമാണ് പ്രാണനെ കൺട്രോൾ ചെയ്യുന്ന ഇത് ഏറ്റവും പ്രധാനപ്പെട്ട. പോസിറ്റീവായിട്ട് ശ്വാസത്തെ മാറ്റണമെങ്കിൽ അപ്പോൾ മാത്രം പോസിറ്റീവായിട്ട് പ്രാണൻ ഉള്ളിൽ സംക്രമണം ചെയ്യുമ്പോഴേ പോസിറ്റീവ് ബ്രെയിൻ ന്യൂറോ കെമിക്കൽ കോമ്പിനേഷൻ ഉണ്ടാവുകയുള്ളൂ. പോസിറ്റീവ് ദേവതകൾ നമ്മളിലേക്ക് വരികയുള്ളൂ. നമുക്ക് ഉദ്ദേശിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാനുള്ള സ്കിൽ ഉണ്ടാവും. അപ്പൊ പോസിറ്റീവായിട്ട് പ്രാണൻ തിരിയണമെങ്കിൽ ഇന്ദ്രിയ സംവേദനങ്ങൾ പോസിറ്റീവ് ആക്കണം. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി അതാണ്, ശ്വാസമാണ്. ബാക്കിയൊക്കെ പിന്നാണ്. ടച്ച്, കാഴ്ച, കേൾവി, രുചി, ഇതെല്ലാം പിന്നീടാണ്. ശ്വാസമാണ് നമ്മളുടെ ഒന്നാമത്തെ ഇന്ദ്രിയ സംവേദനം. മരിക്കുമ്പോഴും ജനിക്കുമ്പോഴും ഈ ശ്വാസത്തോടൊപ്പമാണ് പ്രാണൻ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ജീവനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അല്ലേ? ശരിയല്ലേ? മരിക്കുമ്പോ എന്ത് പറയും? ഈ പ്രാണൻ പോയി എന്ന് പറയും. അപ്പൊ ആ പ്രാണനെ പോസിറ്റീവായിട്ട് തിരിക്കുമ്പോഴേ ബ്രെയിൻ ന്യൂറോ കെമിക്കൽസ് പോസിറ്റീവ് ആവത്തുള്ളൂ. ബ്രെയിൻ ന്യൂറോ കെമിക്കൽസ് പോസിറ്റീവ് ആയാലേ പോസിറ്റീവ് ബ്രെയിനിന്റെ ഏരിയയിലേക്ക് ആക്സസ് ചെയ്യാൻ ബ്രെയിന് പറ്റുള്ളൂ. അങ്ങനെ ആക്സസ് ചെയ്യുമ്പോഴേ അതിലുള്ള പോസിറ്റീവ് ആർക്കിടൈപ്പുകളെ കുത്തിപ്പോക്കാൻ പറ്റത്തുള്ളൂ. ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ എന്ന് പറഞ്ഞാൽ നല്ല ആർക്കിടൈപ്പ്. വായിൽ മുലപ്പാൽ വരും, പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് വരും. പട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ചിലർക്ക് പട്ടി ഭയങ്കര പോസിറ്റീവ് കെമിക്കൽസ് ഉണ്ടാകും, നെഗറ്റീവ് കെമിക്കൽസ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള നല്ല ആർക്കിടൈപ്പുകൾ ഉള്ളെടുത്തെങ്കിലേ ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടാവും, പ്രീ ഫ്രണ്ടൽ ലോബ് ആക്റ്റീവ് ആവത്തുള്ളൂ, ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യത്തുള്ളൂ, ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഈ 5 സെൻസറി എക്സ്പീരിയൻസ്. ചൈനയിലൊക്കെ പണ്ടൊക്കെ ഒരു ചികിത്സാ സമ്പ്രദായം, മാനസിക രോഗം ബാധിച്ച ആൾക്കാരെ ഒരു വലിയൊരു അടിപൊളി ഉദ്യാനത്തിലേക്ക്, ഗാർഡനിലേക്ക് ഇറക്കി വിടും. അവിടെ പടം വരയ്ക്കാനുള്ള സംഭവങ്ങൾ, കഴിക്കാനുള്ള സംഭവം, ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. 5 ഇന്ദ്രിയങ്ങളെ ഉണർത്താനുള്ള കാര്യങ്ങൾ. അവരും അങ്ങോട്ട് ആറാടും. അവിടെ പോയി ഇഷ്ടമുള്ള തിന്നും, പടം വരയ്ക്കും, പെയിന്റ് അടിക്കും, കളിക്കും, അത് ഇത് അവർക്ക് കുറെ സാധനം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആ മാനസിക സ്ട്രെസ് മാറും. ഇന്ദ്രിയങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്. അരോമ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാണചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാണനെ പോസിറ്റീവാക്കാൻ സുഗന്ധത്തിനുള്ള പവർ ചില്ലറയല്ല. കാരണം ശ്വാസമാണ് ഓരോ നിമിഷവും നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? ശുദ്ധവായു ഉണ്ടായിരിക്കുക, ശ്വാസം കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. ആ ശ്വാസത്തിനകത്ത് ചെറിയൊരു മലത്തിന്റെ വാട ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. സമാനമായിട്ട് ശ്വാസം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കെമിക്കൽസ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളല്ലേ, അസുഖങ്ങൾ ഉണ്ടാവൂലേ, അല്ലെ? പ്രാണന്റെ ഗതിവിഗതികളാണ്. ആമയ്ക്കൊക്കെ ആയുസ് ഒരുപാട് ഉള്ളത് 1 മിനിറ്റിൽ വളരെ കുറച്ച് ബ്രീത്ത് എടുക്കത്തുള്ളൂ. വേഗം ബ്രീത്ത് നമുക്ക് 10-16 ബ്രീത്ത് എടുക്കുമ്പോൾ അത് 5-6 ബ്രീത്ത് ആയിരിക്കും. വേഗം ബ്രീത്ത് എടുത്താൽ ഇത്ര ശ്വാസം ഒരാൾക്ക് പറഞ്ഞിട്ടുള്ളൂ ഭൂമി ജീവിക്കുകയാണ്. നേരത്തെ എടുത്താൽ നേരത്തെ പോവാ. ടെൻഷൻ വരുമ്പോൾ, ദേഷ്യം വരുമ്പോ ബ്രീത്ത് സ്പീഡാവും. അപ്പൊ നേരത്തെ പോവായിരുന്നു. അതുകൊണ്ടാണ് ഋഷി പറയുന്നത് ശാന്തമായി ബ്രീത്ത് എടുക്കണം, പ്രാണായാമം ചെയ്യണം. അത് എന്നും രാവിലെ മാത്രമല്ല, അത് എപ്പോഴും ശ്വാസം സ്ലോ ആക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആയുസ് കൂടും, നമ്മുടെ ടെൻഷൻ ആവത്തില്ല, നെഗറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാവില്ല. ബ്രീതിങ് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. അപ്പൊ സുഗന്ധമുള്ളതാണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് എടുക്കുവോ? ഇല്ല. സുഗന്ധം ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ മണക്കുന്നേ ഉണ്ടോ? ഇത്രയും പതുക്കെയാണ്, അല്ലേ? അപ്പം ദുർഗന്ധമാണെങ്കിലോ എളുപ്പം എടുത്തിട്ട് അവിടുന്ന് ഒറ്റയടിക്ക് പിടിച്ചു വെച്ചിട്ട് അവിടെ നിൽക്കും, എന്നിട്ട് പോകും. കണ്ട? അപ്പം ഈ സുഗന്ധത്തിലൂടെ പ്രാണൻ പോസിറ്റീവ് ആകാനും ദേവതയ്ക്ക് നമ്മുടെ ഉള്ളിൽ കയറി പ്രവർത്തിക്കാനുമുള്ള ന്യൂറോൺ പാത്വേ ബിൽഡപ്പ് ചെയ്യാനുള്ള സ്കില്ല് ദേവതയ്ക്ക് ഉണ്ടാകുന്നു ഈസി ആയിട്ട്. പോസിറ്റീവ് ദേവതയ്ക്ക് ഋഷിമാർ ഇത്രയും സുഗന്ധത്തിന് വേണ്ടി പിടിക്കുന്നത്, ശ്വാസത്തിന് വേണ്ടി പിടിക്കുന്നതും ഒക്കെയാണ്. ബുദ്ധനെ ബോധോദയം കിട്ടിയ മെഡിറ്റേഷൻ സിമ്പിളാണ്. ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇത് ശ്വാസത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടോ? ഇത്രയും പ്രാധാന്യമുണ്ട്. ശ്വാസത്തിനകത്ത് ഏറ്റവും പ്രാധാന്യം. ശ്വാസം ഒരു നിമിഷം നിർത്തി നോക്കിയ മൈൻഡ് സ്റ്റോപ്പ് ആവും. പതഞ്ജലി യോഗ ചിത്തവൃത്തി നിരോധന എന്ന് പതഞ്ജലി പറയുന്നു. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് യോഗം. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്താൽ പ്രാണൻ റൈസ് ചെയ്യാൻ കൃത്യമായ റൂട്ടിൽ റൈസ് ചെയ്യാൻ തുടങ്ങും. മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ആൾക്ക് ബൈപ്പോളർ ഡിസോർഡർ അടിക്കുന്നത്, സ്കിസോഫ്രീനിയ ഉണ്ടാകുന്നത്. ഈ കുണ്ടലിനി ഈ മൈൻഡിലേക്ക് കയറി വ്യാപിച്ചിട്ട് ആളുകൾക്ക് ദുരിതങ്ങൾ ഉണ്ടാകുന്നു, ബാധകൾ പിടിക്കുന്നു. ഇതൊക്കെ സൈക്കോളജി സൈക്കാട്രി ഒക്കെ പോയിട്ട് അവസാനം ഫെയിലിയർ ആയിട്ടാണ് പല കേസും നമ്മുടെയൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ ഈ പ്രാണം നേരെയാക്കുമ്പോൾ, ബാധകളെ മാറ്റിയിട്ട് ഉപാസന കൊടുത്ത് പ്രാണം നേരെയാക്കുമ്പോൾ എത്ര കേസുകളാണ് മാറിയിട്ടുള്ളത്? ഇത് ആളുകൾക്ക് അറിയാൻ വയ്യാത്താണ് ഈ മരുന്ന് കൊടുത്ത് നശിപ്പിക്കുന്നുണ്ട് പലർക്കും. എന്നാൽ മരുന്ന് ആവശ്യമാണ് കേട്ടോ, നമ്മൾ തന്നെ മരുന്നെടുക്കാൻ പറഞ്ഞു വിടാറുണ്ട് പല കേസുകളും. അല്ല, ഞാൻ നിന്നിച്ച് പറയല്ല, വേണ്ടത് വേണ്ട രീതിയിൽ. പക്ഷെ പലപ്പോഴും അസ്ഥാനത്ത് ഇത് പ്രയോഗിച്ച് കുഴപ്പമാകുന്നുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, പ്രാണനെ കൃത്യമായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റിയാൽ എല്ലാവരുടെയും പ്രശ്നം തീരും. ഈ പ്രാണനെ ആർക്കും അറിയത്തില്ല, അതാണ് അതിനകത്തെ പ്രശ്നം. അറിയാമെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും നല്ല മാർഗം, പ്രാണനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോയി സഹസ്രാരത്തിൽ വെച്ചിട്ട് സമാധിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഒന്നാമത് ബ്രീത്ത് കറക്റ്റ് ചെയ്യുക. ബ്രീത്ത് സ്ലോ ബ്രീത്തിങ് കറക്റ്റ് ബ്രീത്തിങ് ആക്കാൻ വേണ്ടി. ഓവർ സ്ലോ ആയാലും പ്രശ്നമാണ്, ഓവർ ഫാസ്റ്റ് ആയാലും പ്രശ്നമാണ്. സിമ്പിൾ സാധാരണ നോർമലി അല്പം സ്ലോ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റാണ്, ആ അനുമാനം കറക്റ്റ് ആവണം. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ അതെന്ത് ചെയ്യണം? അത് ഈ സുഗന്ധമൊക്കെ കൊണ്ടുവന്ന് മനസ്സിനെ സ്റ്റോപ്പ് ചെയ്യിക്കണം. അതുകൊണ്ട് തന്നെ ഈ ചമ്പകം, അശോകം, പുന്നാകം ഇത് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാണമയ കോശത്തിലെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പറയുന്ന ഉദ്ദേശങ്ങളാണ്. പ്രാണനെ എങ്ങനെ ഗൈഡ് ചെയ്ത് പോകണം, പ്രാണമയം. അപ്പൊ നമുക്ക് വിജ്ഞാനം ഉണ്ടാവും. വിജ്ഞാനം കറക്റ്റ് ആവുന്ന എപ്പോഴാണ്? പ്രാണനെ കുറിച്ച് അറിവ് കിട്ടുമ്പോഴാണ്. പോസിറ്റീവ് പ്രാണൻ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളിലേക്ക് വിജ്ഞാനം കടന്നു വരുന്നത്. കാരണം പോസിറ്റീവ് പ്രാണൻ ബോധം ഉണ്ടാക്കും. ബോധം പോകുന്ന എപ്പോഴാണ്? നെഗറ്റീവ് പ്രാണൻ ഉള്ളപ്പോഴാണ്. ശരിയല്ലേ? നെഗറ്റീവ് പ്രാണൻ ഉള്ളപ്പോൾ നെഗറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാകുമ്പോൾ ബാധ വരുമ്പോൾ ബോധം പോകും. പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാകുമ്പോൾ, പോസിറ്റീവ് പ്രാണൻ ഉള്ളപ്പോൾ നമുക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, ബോധം ഉണ്ടാവും. അപ്പൊ അറിവുണ്ടാവും, ഒബ്സർവേഷൻ ഉണ്ടാവും. മറ്റേ തിങ്കിങ്ങിലായിരിക്കും നെഗറ്റീവ് പ്രാണൻ ഉള്ളപ്പോൾ. തിങ്കിങ്ങിൽ നിൽക്കുന്ന ആള്, ചിന്തകളിൽ നിൽക്കുന്ന ആള്, ഇമോഷണലല്ലേ ചിന്തിച്ചോണ്ടിരിക്കുന്ന ആള്, അവന് ബോധം വല്ലതും ഉണ്ടോ? ഹലോ, ക്ലാസ് നടക്കും, അറിയുന്നുണ്ടോ? പല ആൾക്കാരും കേട്ടു ചിന്തിച്ചോണ്ടിരിക്കും, എന്റെ ഇടയ്ക്ക് വേറെ വല്ലതൊക്കെ ആലോചിച്ചു. അപ്പോ അപ്പൊ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ അറിവ് കിട്ടുന്നില്ല, ബോധം വർക്ക് ചെയ്യുന്നില്ല, അല്ലെ? ഇന്ദ്രിയങ്ങളിലൂടെയല്ല അറിവ് കിട്ടുന്നത്. ഇന്ദ്രിയങ്ങൾ തുറന്നിരിക്കണമെങ്കിൽ ചിന്ത ഉണ്ടെങ്കിൽ പറ്റുമോ? ഇന്ദ്രിയങ്ങൾ തുറന്നിരിക്കുക, പക്ഷെ പലതും ചിന്തിച്ചോണ്ടിങ്ങനെ ഇരിക്കുക. ഹലോ. അപ്പം ഇന്ദ്രിയങ്ങൾ ഉണരുമ്പോൾ പ്രസന്റ് വരുമ്പോഴാണ് ബോധം ഉണ്ടാകുന്നത്, പ്രാണൻ കൃത്യമായി പ്രവർത്തിക്കുന്നത്.
പ്രാണന് അനുകൂലമാവുന്നത്. പ്രാണന് അനുകൂലമാകുമ്പോഴാണ് വിജ്ഞാനമയ കോശം ആക്റ്റീവ് ആവുന്നത്. അതിന്റെ ഫലമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് ആനന്ദം ഉണ്ടാവുന്നത്. ആനന്ദമയ കോശത്തിൽ നമ്മൾ എത്തുന്നത്. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ പഞ്ചകോശത്തിൽ എങ്ങനെ വരുന്നു എന്ന് മനസ്സിലായി. അപ്പം ചമ്പകം, അശോകം, പുന്നാകം. ആ ശോകം ഉണ്ടെങ്കിൽ പറ്റുമോ? പ്രാണമയ കോശത്തിൽ ശോകം ഉണ്ടെങ്കിൽ, മൈൻഡിൽ ശോകം ഉണ്ടെങ്കിൽ പ്രാണൻ ശരിയായി പ്രവർത്തിക്കുമോ? അതാ ഞാൻ പറഞ്ഞ കരഞ്ഞോണ്ട് ഉപാസിക്കരുതെന്ന്. കരഞ്ഞോണ്ട് പോയി ഉപാസിക്കുന്ന ആളുകൾക്ക് ദുരിതം കൂടി വരും അമ്പലത്തിൽ പോയിട്ട്. കാരണം അമ്പലത്തിൽ ആൾക്കാർ ഒഴിഞ്ഞിരുന്ന ബാധകളും ഉണ്ട്. ഈ ദുരിതങ്ങളൊക്കെ അമ്പലത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ടുമല്ലേ? അവിടെ ദേവിയുണ്ട് അല്ലെ? തിരുവണ്ണാമലയ്ക്ക് രമണ മഹർഷിയുടെ ഒരാളെ വെച്ചു. അങ്ങ് കോണം കൊടുത്തോണ്ടാണല്ലോ ഇരിക്കുന്നത്, അങ്ങ് നഗ്നനായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ആൾക്കാര് ഇവിടെ വരുമ്പോ അത് മോശമല്ലേ, ഇതൊക്കെ കാണത്തില്ലേ എന്ന് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, ഇവിടെ വരുന്ന ആളുകൾക്ക് കാണേണ്ടത് കണ്ടിട്ട് പോവാം. ക്ഷീരമുള്ളവരകൻ ചുവട്ടിലും ചോര വന്ന കൊതുകുന്ന കൗറുക. അവിടെ വരുന്ന ആളുകൾ എന്തിനാ? ജ്ഞാനത്തിന് വേണ്ടിയല്ലേ വരുന്നത്? ശരിയല്ലേ? കുംഭമേള കുളിക്കാൻ പോകുന്ന എന്തിനാ? നാഗാസന്യാസിമാരെ തുണിയില്ലാതെ നടക്കുന്ന കാണാൻ ആണോ? അല്ല, അവിടെ പുണ്യം ലഭിക്കാൻ, പുണ്യ തീർത്ഥങ്ങൾ ഈശ്വരന്റെ പ്രവാഹമുണ്ടെന്നാണ് പറയുന്നത് ഈ മാഘമാസത്തിൽ. അതിനാണ് നമ്മൾ അവിടെ ഈ 29-ാം തീയതി പോയി കുളിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും കാണാനല്ല, അല്ലേ? അപ്പം പ്രാണനെ കൃത്യമായ രീതിയിൽ കയറിയിട്ട് പോയി കഴിഞ്ഞാൽ അറിവുണ്ടാകും. മനോമയ കോശം, അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. പോസിറ്റീവായിട്ട് ഇന്ദ്രിയ സംവേദനങ്ങളിലൂടെ പ്രാണനെ ആക്റ്റീവാക്കി എടുത്താൽ. എന്തിനാണ് അമ്പലത്തിൽ ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളെ ഉണർത്തി പൂജ കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചോദിച്ചു നോക്ക്, 99.9% ആളുകൾക്ക് എന്തിനാണെന്ന് അറിയില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയായിരിക്കും. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും എന്തിനാണ്. ഇന്ദ്രിയങ്ങളെ ഉണർത്തി, അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇന്ദ്രിയങ്ങളെ ഉണർത്തി കഴിയുമ്പോൾ ചിന്തകൾ സ്റ്റോപ്പ് ആവും. ചിന്തകൾ സ്റ്റോപ്പ് ചെയ്യണ എന്തിനും? ഇന്ദ്രിയങ്ങളെ ആക്റ്റീവ് ആക്കിയാൽ മതി. ഇന്ദ്രിയങ്ങളെ ആക്റ്റീവ് ആക്കുമ്പോൾ ചിന്തകൾ സ്റ്റോപ്പ് ആവും. അപ്പം ബ്രെയിൻ കെമിക്കൽസ് പോസിറ്റീവ് ആകുമ്പോൾ ദേവിക്ക് നമ്മളിലേക്ക് പ്രവേശിക്കാനും പ്രവർത്തിക്കാനും എളുപ്പമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ സുഗന്ധപൂരിതമായ പുഷ്പങ്ങളാൽ നിറഞ്ഞ ദേവിയുടെ മുടി, അത് ഇങ്ങനെ പല മാനത്തിലാണ് അതിന്റെ അർത്ഥം വരുന്നത്. പ്രായോഗിക അർത്ഥം വരുന്നത് ചമ്പക, അശോക, പുന്നാക, സൗവന്തി, സൽക്കജ. പുന്നാകം എന്ന് പറഞ്ഞാൽ പുന്നാകപ്പൂവ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പൂ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത് എന്നാണ് സംസ്കൃതത്തിൽ. നാഗം, ശ്രേഷ്ഠമായ നാഗം ഏതാണ്? ആദിപരാശക്തി ദേവി കുണ്ടലിനിയാണ്, അല്ലെ? 3.5 ചുറ്റുള്ള പാമ്പായിട്ട് മൂലാധാരത്തിൽ ശയിക്കുന്ന ആദിപരാശക്തി തന്നെയാണ് പുന്നാകം എന്ന് പറയുന്നത്. ഇനി പുന്നാകം പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന അർത്ഥങ്ങൾ നമ്മൾ എടുക്കുക. അതിലേറ്റവും പ്രധാനം ഈ പുഷ്പങ്ങള്, അതിന്റെ സുഗന്ധം. അപ്പം അങ്ങനെ ഈ പുഷ്പങ്ങളാൽ സുഗന്ധപൂരിതമായ മുടിയുള്ള ആദിപരാശക്തി ദേവി മഹാത്രിപുര സുന്ദരി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ ഞാൻ പറഞ്ഞു, നമുക്ക് സുന്ദരമായി തോന്നുന്നത് നമ്മുടെ ഉള്ളിൽ ആനന്ദമയ കോശത്തെ ഉണർത്തുന്നതിന്. ഈശ്വരൻ ആനന്ദമയ കോശമാണല്ലോ നമ്മുടെ ഉള്ളിലെ. ഈ ആനന്ദത്തെ ഉണർത്തുന്നത് പുറത്ത് സുന്ദരമായി തോന്നും. ഒരാൾക്ക് സുന്ദരമായി തോന്നുന്ന ഒരാള് മറ്റൊരാൾക്ക് സുന്ദരമായി തോന്നിക്കോണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഉള്ളിൽ ആനന്ദത്തെ ഉണർത്തുന്ന പുറത്ത് കാണുന്നത് എന്തും സുന്ദരമായി എനിക്ക് തോന്നുന്നു. അപ്പൊ സത്യത്തിൽ എൻ്റെ ഉള്ളിലാണ് ആനന്ദം കുടികൊള്ളുന്നത്. ശരിയല്ലേ? അല്ലേ? അപ്പം നമ്മൾ ഉള്ളിൽ ആനന്ദം ഉണരുമ്പോൾ പുറത്തുള്ള എല്ലാം ഡിവൈനായിട്ട്, ദൈവികമായിട്ട്, സുന്ദരമായിട്ട് തോന്നും. അപ്പം അതിലേക്ക് എത്താൻ വേണ്ടി തുടക്കത്തിൽ തന്നെ സൗന്ദര്യമുള്ള കാര്യങ്ങളെ നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ കണക്ട് ചെയ്ത് ഋഷി നമ്മളെ കൊണ്ടുപോവുകയാണ്. വശന്യാദി വാഗ്ദേവതകൾ നമ്മളെ ദേവിയിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും ശബ്ദം കേട്ടാലും മണമടിച്ചാലും എല്ലാം സൗന്ദര്യം നിറഞ്ഞ ദേവീ സങ്കല്പം നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിക്കും. ഇത്തരത്തിൽ നമ്മൾ ലോകത്തെ കാണാൻ തുടങ്ങുമ്പോൾ, ഉപാസനയെ കാണാൻ തുടങ്ങുമ്പോൾ, ദേവിയെ കാണാൻ തുടങ്ങുമ്പോൾ, ദേവി ഒരു വ്യക്തിയല്ല, ഒരു സ്ത്രീയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
എവിടെയും സൗന്ദര്യമുള്ള എവിടെ കണ്ടോ ആ സൗന്ദര്യത്തിൽ ഒന്ന് വണങ്ങിയേക്കണം. അപ്പൊ നമ്മൾ വിനീതനാവും. ഭയങ്കര സുന്ദരമായ ഒരു സ്ത്രീയെ കണ്ടാൽ വീണ് വണങ്ങണം. ആരെ വണങ്ങണം സത്യത്തിൽ? അപ്പോ ആ പെണ്ണിനെയാണോ? ആ പെണ്ണിനെയാണോ? അല്ല, ദേവിയാണ്. അല്ലേ? സുന്ദരമായ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു നിമിഷം നമ്മൾ സമാധിയെ പ്രാപിക്കുമ്പോൾ അവിടെ ഒന്നങ്ങ് വണങ്ങിയേക്കണം. നമ്മുടെ ഈഗോ എല്ലാം പോട്ടെ. നമ്മുടെ ഈഗോ അല്ല ദേവി വരാൻ തടസ്സം. ഒന്നും നഷ്ടപ്പെടാനില്ല. അവിടെ നമ്മൾ അങ്ങ് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. എവിടെങ്കിലും ഒരിടത്ത് പൂർണ്ണമായി എന്തിനെങ്കിലും മുന്നിൽ സമർപ്പിക്കാൻ തുടങ്ങി പറ്റുമെങ്കിൽ അവിടെ ദേവി ഉണ്ട്. പിന്നെ ദേവിയേ ഉള്ളൂ, നമ്മളില്ല അവിടെ. നല്ല സുന്ദരമായ ഒരു പുഷ്പം കാണുമ്പോൾ ഓ എന്തൊരു ഭംഗി ഇത് കാണും. ഇത് ആരാണോ ഉണ്ടാക്കി? കമന്നം കിടക്കുന്നത് അങ്ങ് വീണ. വളരെ മനോഹരമായി ഒരാള് സംസാരിക്കുന്ന കണ്ടാൽ, ഒരാളുടെ സ്പീച്ച് കേട്ടാൽ വണങ്ങണം. ആരെയാ വണങ്ങുന്നത്? ദേവിയെ വണങ്ങുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് വളരെ ക്യൂട്ടായിട്ട് തുള്ളിക്കളിക്കുന്ന കാണുമ്പോൾ ഒരു ആകുലതകളും ഫ്യൂച്ചറും പാസ്റ്റും ഇല്ലാതെ പ്രസന്റിൽ ധ്യാനാത്മകമായി എൻജോയ് ചെയ്ത് ധ്യാനത്തെ പഠിക്കണമെങ്കിൽ കുട്ടികളെ കാണണം എന്ന് പറയും. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയാൽ ധ്യാനം പഠിക്കാം. അതാണ് യഥാർത്ഥ ധ്യാനം. ഇന്ദ്രിയങ്ങളിൽ പ്രസന്റിലാണോ നിൽക്കുന്നത്? എടുക്കുന്നു, മണപ്പിക്കുന്നു, തിന്നുന്നു, കഴിക്കുന്നു, നോക്കുന്നു, ഞാൻ നടക്കുന്നു, ടച്ച്, സ്മെല്ല്, സൗണ്ട്, എപ്പോഴും ഇതിങ്ങനെ ആയിക്കോട്ടെ, ചിന്തകളില്ല. അവനൊരു കൊച്ചുകുട്ടിയെ എൻജോയ് ചെയ്ത് കൊച്ചു കുഞ്ഞ് കളിക്കുന്ന കാണുമ്പോൾ, ആ ചിരി കാണുമ്പോൾ അവിടെ അങ്ങ് നമസ്കരിക്കണം. അത് ദേവിയാണ്. ചിലപ്പോൾ ആനയുടെയൊക്കെ കൊച്ചു കുട്ടികൾ കളിക്കുന്ന, വികൃതി കാണിക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ദേവിയാണ്. ദേവി അല്ലാത്തതെന്ത് എന്ന് ചോദിക്കാൻ പറ്റുമോ നമുക്ക്? ഈ പ്രപഞ്ചത്തിലെ ഈ മൂക്ക് മേപ്പോട്ടായിരുന്നെങ്കിൽ മഴവെള്ളം വീഴുമ്പോൾ നമ്മൾ ചത്തുപോത്തില്ലേ, വെള്ളം കുടിച്ച്. ഇത് ആരെ ഇത്ര കൃത്യമായി താപോട്ടാക്കി വെച്ചത്? ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്ന സയന്റിസ്റ്റുകൾ പറയുന്നത് ഒന്ന് അങ്ങോട്ടോ ഇന്ന് ഇങ്ങോട്ടോ നീങ്ങി അവിടെ ജീവൻ ഉണ്ടാകത്തില്ലായിരുന്നു എന്നാണ്. കറക്റ്റ് അനുവാദത്തിന് ഇത് എങ്ങനെ ഉണ്ടായി? അപ്പൊ ഇതൊക്കെ ചെയ്ത ആളുടെ ചെയ്വന ചെറുതാണ്. ഇതൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ നമ്മളൊന്നും അല്ലാതാവും. വളരെ സിമ്പിൾ ആവും, ലളിതമാവും. അവിടെ സമർപ്പണം ഉണ്ടാവും. ആ ശക്തി, ആദിപരാശക്തി മഹാ ത്രിപുര സുന്ദരിയാണ് എന്ന തിരിച്ചറിവിൽ ദേവിക്ക് മുന്നിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. 8 മണിയായി അല്ലേ? ജപം തുടങ്ങണം. ദേവിയെ വിളിക്കാം. റെഡിയാണോ? ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ജപിച്ചാണല്ലോ പൊളിയാള്. ദേവി മൂട്ടത്തിൽ ഇറങ്ങി വരും. വേറെ ഒന്നും ആലോചിക്കല്ലേ. ഇപ്പൊ അങ്ങ് ജപിച്ചു തുടങ്ങിക്കണം. വേറെ ആലോചിച്ചാൽ പോയി, താഴെ പോയി, ഫ്രീക്വൻസി പോയി. അല്ലേ? ശ്രീമാത്ര. എന്റെ പേര് രഘുനാഥൻ. ഞാൻ മാഷാണ്, അധ്യാപകനാണ്. ഇപ്പം ജസ്റ്റ് സർവീസ് റിട്ടയർ ചെയ്തു. കണ്ണൂർ ജില്ലയിലാണ് വീട്. എല്ലാവർക്കും നമസ്കാരം. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനും എന്റെ സാധക കുടുംബത്തിനും ദേവിയുടെ പേരിൽ ഒന്നുകൂടി നമസ്കാരം പറയുകയാണ്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മത് ആചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ലളിതാംബ ഗുരുപാദുകാം പൂജയാമി തർപ്പയാമി നമഃ. ഓം ഗം ഗണപതി നമഃ. ലളിതാ സഹസ്രം. അസ്യ ശ്രീ ലളിതാ ദിവ്യ സഹസ്രനാമ സ്തോത്ര മാലാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയ അനുഷ്ടുപ് ഛന്ദഃ ശ്രീ ലളിതാ പരമേശ്വരീ ദേവത ശ്രീമദ് വാഗ്ഭവ കൂടേതി ബീജം മധ്യ കൂടേതി ശക്തി ശക്തി കൂടേതി കീലകം മൂല പ്രകൃതിരിതി ധ്യാനം ശ്രീ ലളിതാ മഹാ ത്രിപുര സുന്ദരി പ്രസാദ സിദ്ധിദ്വാര
സകല ചിന്തിത ഫലാവാപ്തേ ജപേ വിനിയോഗഃ. ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീമാബീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതം അഭേദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തീം സകലസുരനുതാം സർവസമ്പൽപ്രദാത്രീം സകുങ്കുമവിലേപനാമളികജുംബികസ്തൂരികാം സമന്തഹസദേശണാം സസ്രജാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭുഷാംബരാം ജപാകുസുമഭാസുരാം ജപവിദോ സ്മരേദംബികാം. അരുണാകരുണാം തരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണജാവാം അണിമാധിവിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവേ ഭവാനി. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമസിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്ധ്യത ഉദ്യൽമാനു സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധീകല സത്കജ കുരുവിന്ദ മണിശ്രേണി കനത്കോടീര മണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷക വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്ത്രലക്ഷ്മി പരീവാഹ ചലന്മീനാബലോചന നവചമ്പക പുഷ്പാപനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ബാസുര കദംബ മഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തവനോടുപമണ്ഡല പത്മരാഗ ശിലാദർശ പരിഭാവിക പോരഭൂ നവവിദ്രമബിംബശ്രീ നെക്കാരീരതനച്ഛത ശുദ്ധ വിദ്യാപങ്ക്തി ദ്വയോജ്വല കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര നിജ സല്ലാപ മാധുര്യ വിദുൽവസിത കച്ചബി മന്ദസ്മിത പ്രഭാപൂര മജ്ജത്കാമേശ മാനസ അനാകലിത സാദൃശ്യ ചിവകസ്ത്രീ വിരാജിത കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത കന്ധര കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത രത്നഗ്രേവേയ ചിന്ത കലോലമുക്ത ഫലാന്വിത കാമേശ്വര പ്രേമരത്നമണി പ്രതിവണസ്തനി നാഭ്യാലവാല രോമാളി ലതാഫലകുജദ്വയി ലക്ഷ്യരോമലദാധാരതാസമുന്നേയ മധ്യമ സ്തനഭാരദളൻ മധ്യ പട്ടബന്ധവലിത്രയ അരുണാരുണ കൗസുംബ വസ്ത്രവാസുത്കടീതടി രത്നകിങ്കിണി കാര്യമ്യ രസനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദഭൂരുദ്വയാന്വിത മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്പരധൂണാഭജംഗിക ഗൂഢഗുൽഫ കൂർവപൃഷ്ട ജിഷ്ണു പ്രപ്രധാന്വിത നഗദീതി സംചന്ന നമജ്ജനതമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ ചിഞ്ചാന മണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളി മന്ദഗമന മഹാലാവണ്യ സേവതി സർവാരുണനവദ്യാംഗി സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവാസ്വാധീന വല്ലഭ സുമേരുമധ്യ ശൃംഗസ്ഥ ശ്രീമത് നഗര നായിക ചിന്താമണി ഗൃഹാന്തസ്ഥ
പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷി ഗണസംഗാത സ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേന സമന്വിത സമ്പൽക്കരി സമാരൂഢ സിന്ദൂരാവൃത സേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടി വിരാവൃത ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേചക്രധാരൂഢ മന്ത്രിണി പരിസേവിത കിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ജ്വാലാമാലിനികാംക്ഷിപ്ത വന്യപ്രാകാര മധ്യക ഭണ്ഡസൈന്യവധോദിക്ത ശക്തി വിക്രമഹർഷിത നിത്യാപരാക്രമോടോപ നിരീക്ഷണ സമുത്സുക ഭണ്ഡപുത്രവധോദിക്ത ബാലാവിക്രമനന്ദിത മന്ത്രിണ്യാംബ വിരജിത വിഷംഗവതോഷിത വിശുക്ര പ്രാണഹരണ വാരാഹി വീരനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പത ശ്രീ ഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്ര വർഷിണി കരാങ്കുലി നഗോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശ്വതാസ്ത്രാഗ്നി നിർദഗ്ധാസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദഗ്ധ സവണ്ടാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ ഹരനേത്രാഗ്നി സന്ദഗ്ധ കാമ സഞ്ജീവനൌഷധി ശ്രീമദ് വാഗ്ഭവ കൂടേക സ്വരൂപാമുഖ പങ്കജ കണ്ഠാത കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി ശക്തികൂടേകതാപന്യ കട്യതോ ഭാഗധാരിണി മൂലമന്ത്രാൽപികാമൂല കൂടത്രേകളേബര കുലാമൃതൈകരസിക കുലസങ്കേത പാലിനി കുലാങ്കന കുലാന്തസ്ഥ കൗലിനി കുലയോഗിനി അകുല സമയാന്തസ്ഥ സമയാചാര തൽപര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലത സമചക്രോപരി സംസ്ഥിത മഹാസക്തി കുണ്ടലിനി വിസതന്തു തനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർ ഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിപശ്യാഭയാവഹ ശാംഭവി ശാരദാരാധ്യ സർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സാധി ശരശ്ചന്ദ്ര നിഭാനന സാധോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരവപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുവാതിർ നിരീശ്വര നിരാകാരാഗമദന നിർമ്മദാ മദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹാമോഹനാശിനി നിർമ്മമ മമതാഹന്ത്രി നിഷ്പാപാ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമിനി നിർലോഭാലോഭനാശിനി നിസ്സംശയ സംശയഗ്നി നിർഭവാ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദാഭേദനാശിനി നിർനാശ മൃത്യുമദനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലചിഗിര നിരവായ നിരത്യയ ദുർലഭ ദുർഗമാ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദൂര ദുരാധാര ശമനീ ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധിക വർജിത സർവശക്തിമയി സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവ തന്ത്രരൂപ മനോന്മനി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മി മൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർ മഹാരഥി മഹാഭോഗ മഹേശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗേശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവ പൂജിത
മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശമഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ടുപചാരാഢ്യ ചതുഷ്ടി കലാമയി മഹാചതുഷ്ടി കോടി യോഗിനി ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരൂപ ചാരുഹാസ ചാരു ചന്ദ്ര കലാധര ചരാചര ജഗന്നാഥ ചക്രാജ നികേതന പാർവതി പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയി പരമാനന്ദ വിജ്ഞാനാഘന രൂപിണി ജ്ഞാനധ്യാത്യുദ്ധേ രൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരണി സ്വബന്ധി തജസാത്മിക സുപ്ത പ്രാത്മാപികാതുര്യ സർവാവസ്ഥ വിവർജിത സൃഷ്ടികത്രി ബ്രഹ്മരൂപ ഗോത്രീ ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനിഗിരീശ്വരി സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്ര ശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാ ആ ബ്രഹ്മ കീടജനനി വർണ്ണാശ്രമ വിദായിനി നിജാജ്ഞാരൂപ നിഗമാ പുണ്യഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരി കൃതപാദാബ്ജധൂളിക സകലാഗമ സന്തോഹ ശുക്തി സമ്പുട മൗക്തിക പുരുഷാർത്ഥ പ്രദാപൂർണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദിനിതന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണി നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയ വർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജിനി രമണീ രസ്യ രണക്കിങ്കിണി മേഖല രമാ രാഗേന്ദുവദന രതിരൂപ രതിപ്രിയ രക്ഷാഗിരി രാക്ഷസഗ്നി രാമാരമണ ലംബട കാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗതി കന്ദ കരുണാരസ സാഗര കലാവതി കലാലാഭ കാന്ത കാദംബരി പ്രിയ വരദ വാമനയന വാരുണി മത വിഹ്വല വിശ്വാദിക വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി ക്ഷേവൃദ്ധി വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയ വിമലാവന്ധ്യ വന്ദാരുജന വത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമൽകൽപ്പലതിക പശുപാശ വിമോചിനി സംഹൃദാശേഷപാഷണ്ഡ സദാചാര പ്രവർത്തിക താപത്രയാഗ്നിസന്തബ്ധ സമാഹ്ലാദാന ചന്ദ്രിക തരുണി താപസാരാധ്യ തനുമധ്യാതമോപഹ ചിതിസ്ഥൽ പദലക്ഷ്യാർത്ഥ ചിതേകര സ്വരൂപിണി സ്വാത്മാനന്ദ വിഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാ പ്രത്യച്ഛിതി രൂപ പശ്യന്തി പരദേവത മധ്യമ വൈഖരി രൂപ ഭക്തമാനസ ഹംസിക കാമേശ്വര പ്രാണനാടി കൃതജ്ഞ കാമപൂജിത ശൃംഗാര സമ്പൂർണ ജയാജലന്തരസ്ഥിത ഓഢ്യാണ പീഡനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗ ക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗ ദേവദൈത്യ ഷഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമ നിർവാണ സുഖദായിനി നിത്യ ഷോഡശികാരൂപ ശ്രീകണ്ഠാർദ്ധ ശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രതിരവ്യക്ത വ്യക്ത വ്യക്ത സ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാ സ്വരൂപിണി മഹാകാമേശ നയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദ തമോഭേദ ഭാനുബൽഭാനു സന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപര ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര ചിശക്തി ചേതനാരൂപ ജഡശക്തി ജഡാത്മിക ഗായത്രി വ്യാകൃതി സന്ധ്യ ദ്വിജവൃന്ദ നിഷേവിത തത്വാസന തത്വമയി പഞ്ചകോശാന്തരസ്ഥിത
നിസീമ മഹിമാ നിത്യ യൗവനാ മദശാലിനി മദഗൂർണിത രക്താക്ഷി മദപാടല ഗണ്ഡഭൂ ചന്ദനദ്രവ വിദ്ധാംഗി ചാമ്പേയ കുസുമപ്രിയ കുശല കോമളാകാര കുരുകുല്ലാകുലേശ്വരി കുലകുണ്ടാലയ കൗള മാർഗ തൽപര സേവിത കുമാരഗണനാഥാംബ തുഷ്ടിപുഷ്ടിർമതിർധൃതി ശാന്തി സുസ്തുമരി കാന്തിർ നന്ദിനി വിഘ്നനാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാജലവാസിനി സുമുഖി നളിനി സുബ്രു ശോഭനാസുര നായിക കാളകണ്ഠി കാന്തിമതി ശോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്രനിലയ രക്തവർണ ത്രിലോചന ഖഡ്വാംഗാദി പ്രഹരണ വദനൈക സമന്വിത പായസാന്ന പ്രിയാതുസ്ത്വ പശുലോക ഭയങ്കരി അമൃതാദി മഹാശക്തി സംവൃതാടാകിനീശ്വരി അനാഹതാബ്ജനിലയ ശ്യാമാഭാവദനദ്വയ ദംഷ്ട്രോജ്വലാക്ഷമാരാദി തരാരുതിര സംസ്ഥിത കാളരാത്രോതിശക്തോക വൃതാ സ്നിഗ്ധോദന പ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യാംബാ സ്വരൂപിണി മണിപൂരാബ്ജനിലയ വദനത്രേ സംയുത വജ്രായുധോപേത ഡാമര്യാദിവിരാവൃത രക്തവർണ മാംസഷ്ട ഗൂഢാന പ്രീതമാനസ സമസ്ത ഭക്ത സുഗത ലാഗിന്യാംബാ സ്വരൂപിണി സ്വാദിഷ്ടാനാംബുജത ചതുർവക്ത്ര മനോഹര ശൂലാദ്വൈത സമ്പന്ന പീതവർണാദി ഗർവിത മേധോ നിഷ്ഠമധുപ്രീത ബന്ധിന്യാദി സമന്വിത ദദ്യന്നാസത്ത ഹൃദയ കാകിനി രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിത മുഗ്ധോദനാസത്ചിത്ത സാഗിന്യാംബാ സ്വരൂപിണി ആജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണ ഷടാനന മജ്ജാ സംസ്ഥഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനേകരസിക ഭാഗിനി രൂപധാരിണി സഹസ്രാദളപത്മസ്ഥ സർവവർണോപശോഭിത സർവായുധധരാ ശുക്ല സംസ്ഥിത സർവതോമുഖി സർവോദന പ്രീത യാഗിന്യാംബാ സ്വരൂപിണി സ്വാഹാ സ്വദാ മധുർമേധ ശ്രുതിസ്മൃതന സ്വാഹാ സ്വദാ മധുർമേധ ശ്രുതിസ്മൃതരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണ കീർത്തന പുലോമജാർച്ചിത ബന്ധമോചിനി ബർബരാളക വിമർശരൂപിണി വിദ്യ വേദാദി ജഗൽപ്രസു സർവവ്യാധി പ്രശമിനി സർവമൃത്യു നിവാരിണി അഗ്രഗണ്യ ചിന്തരൂപ കൽകൽമഷനാശിനി കാർത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂല പൂരിതമുഖി ദാഡിമി കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തി നിതിർ നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസന ലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാമിഷ്ട പ്രജ്ഞാനാഘനരൂപിണി മാദ്വീപാനാലസാമത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസ നിലയ മൃണാള മൃദുദോർലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീഷോഡസാക്ഷരി വിദ്യ ത്രികൂട കാമകോടിക കടാക്ഷ കിങ്കിരീഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ പാലസ്തേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥരി വിപ്രഖ്യ ത്രികോണാന്തരദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി ധരാന്തോളിത ദീർഘാക്ഷി ദരഹാസോജ്വലോന്മുഖി ഗുരുമൂർത്തിർ ഗുണനിധിർ ഗോമാതാ ഗുഹ ജന്മഭൂ ദേവേശി ദണ്ഡനീതിസ്തദഹരാകാശരൂപിണി പ്രതിപൻ മുഖ്യരാകാന്ത തിരിമണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാഭ വിനോദിനി സജാമര രമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തി രമേയാത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ട ജനനീ ദിവ്യ വിഗ്രഹ ക്ലിംഗാരി കേവല ഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുര ത്രിജഗദ്വന്ദ്വ ത്രിമൂർത്തി ത്രിദശേശ്വരി ത്രിക്ഷരി ദിവഗന്ധാഢ്യ സിന്ദൂര തിലകാഞ്ചിത ഉമാ ശൈലേന്ദ്രധനിയ ഗൗരി ഗന്ധർവ സേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാ വാഗതീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ്യ
ജ്ഞാനദാജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാചിതാലീല ക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡല അദൃശ്യാദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സത്രൂപധാരിണി അഷ്ടമൂർത്തി രജാജയത്രി ലോകയാത്രാ വിദായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈതാദ്വൈത വർജിത അന്നദ വസുധ വൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹൽസേന ഭാവാഭാവ വിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭനാസല ഭാഗതി രാജരാജേശ്വരി രാജദായിനി രാജവല്ലഭ രാജത്കൃപ രാജപീഠ നിവേശിത നിജാശ്രിത രാജലക്ഷ്മി കോശനാഥ ചതുരംഗ ബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗര മേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാർദ്ധദാത്രി സാവിത്രി സച്ചിദാനന്ദ രൂപിണി ദേശകാല പരിച്ഛിന്ന സർവകാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവപതിവ്രത സാമ്പ്രദായേശ്വരി സാധ്യി ഗുരുമണ്ഡല രൂപിണി കുലോത്തീർണ ബകാരാധ്യ മായാമതിമതീമഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തി രൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാന പ്രദായിനി ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദ്യവിദ്യാ നടേശ്വരി മിഥ്യാജതധിഷ്ഠാന മുക്തിദ മുക്തിരൂപിണി ലാസ്യപ്രിയാലേഖരി ലജ്ജാരംഭാതി വന്ദിത ഭവതാവ സുധാപൃഷ്ടി പവാരണ്യതവാനല ദൗർഭാഗ്യതുലവാദൂല ജരാന്ത്വാന്തര വിപ്രഭ ഭാഗ്യാബ്ദി ചന്ദ്രികാ ഭക്ത ചിത്തകേകി ഗനാഗന രോഗപർവത ദമ്പോടരു മൃത്യുദാരു കുടാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാസന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുര നിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗദാത്രി സുഭക ത്രംബക ത്രിഗണാത്മിക സ്വർഗാവവർഗദ ശുദ്ധ ജപാപുഷ്പനിഭാകൃതി ഓജോപതി ദിദിതര യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാദർശ പാടലി കുസുമപ്രിയ മഹതി മേരുനിലയ മന്ദാര കുസുമപ്രിയ വിരാരാഢ്യ വിരാട് രൂപ വിരജാ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണത പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രിണിന്യേസി രാജിതു ത്രിപുരേസി ജയൽസേന നിസ്ത്രേ ഗുണ്യ പരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കവർദിനി കലാമാല കാമദുഃഖാമരൂപിണി കലാനിധി കാവ്യകലാ രസജ്ഞാരസേവതി പുഷ്ട പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ പരം ജ്യോതി പരം ധാമ പരമാണു പരാൽപര പാശഹസ്ത പാശകന്ത്രി പരമന്ത്ര വിഭേദിനി മൂർത്ത മൂർത്ത നിത്രതൃപ്ത മുനിമാനസ ഹംസിക സത്യവ്രത സത്യരൂപ സർവന്തരാമിണി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാബുദാർച്ചിത പ്രസവി ത്രിപചണ്ഡജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാശൽ പീഠരൂപിണി വിശൃംഖല വിവിസ്തസ്ത വീരമാതാ വിയൽ പ്രസു മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭവജ്ഞ ഭവരോഗഗ്നി ഭവചക്ര പ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവാവർണരൂപിണി ജന്മ മൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിനി സർവോപനിഷൽഗുഷ്ട ശാന്ത്യാതീത കലാത്മിക ഗംഭീര ഗഗനന്ദസ്ത ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താർദ്ധ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളി തരംഗിത കനൽ കനകതാടങ്ക ലീലാ വിഗ്രഹധാരിണി അജാക്ഷ്യ വിനിർമുക്ത മുഗ്ധ ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബുഹുർമുഖ സുദുർലഭ ത്രിവർഗ നിലയ ത്രിസ്ത ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാരാമ സുധാശ്രുതി സംസാര ഭംഗ നിർമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞകത്രി യജമാന സ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിർ യോനി നിലയ
കൂടസ്ഥാകുളരൂപിണി വീരഗോഷ്ഠി പ്രിയ വീര്യ നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാന കൽനാകല്യ വിദഗ്ധ ബൈന്ദവാസന തത്വാധിക തത്വമൈ തത്വമർത്ഥസ്വരൂപിണി സാമഗാന പ്രിയ സൗമ്യ സദാശിവ കുടുംബിനി സവ്യാവസവ്യമാർഗസ്ഥ സർവാപത് നിവാരിണി സ്വസ്ഥ സ്വഭാവ മധുര ധീരാധീര സമർച്ചിത ചൈതന്യാർഗ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാ ദുഷ്ട തരുണാദിത്യ പാടല ദക്ഷിണ ദക്ഷിണാരാധ്യ ധരസ്മേര മുഖാംബുജ കൗളിനി കേവലന്നർഘ്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ മനസ്സിനി മാനവതി മഹേശി മംഗളാകൃതി വിശ്വമാത ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരാമോദ മനോമയി വ്യോമകേശി മാനസ്തവജനീ വാമകേശ്വരി പഞ്ചയജ്ഞ പ്രിയ പഞ്ചപ്രേത മഞ്ചാദിശായിനി പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദാ ശംഭു മോഹിനി ധരാധര സുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധൂക കുസ്മപ്രഖ്യ ബാലാലീല വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസിൻ അർത്തന പ്രീത ശോഭന ശുദ്ധമാനസ ബിന്ദു തർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുര ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗണാംബ ത്രികോണക അനകാത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥ പ്രദായിനി അഭ്യാസാശ്യജ്ഞാത ഷഡദ്വാദീതിരൂപിണി അവ്യാജകരണാമൂർത്തിരജ്ഞാനാദ്വാന്തദീപിക ആബാല ഗോപവിദിത സർവാനിലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുര സുന്ദരി ശ്രീ ശിവ ശിവശക്തി കരൂപിണി ലളിതാംബിക ഏവം ശ്രീ ലളിതാദേവ്യാം നാം സഹസ്രകം ജഗു ശ്രീ ലളിതാ സഹസ്രാമ സ്തോത്രം സമ്പൂർണം ശ്രീ മഹാദേവി നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമഹിതം സർവമേത ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃത്യേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ